ഹായ് എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ഇന്നൊന്ന് അടുക്കി പറക്കി വെക്കാൻ പോവാണ്. അതൊരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് അടുക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സാധനങ്ങളൊക്കെ അതുപോലെ വെറുതെ കബോർഡിൽ വെച്ചേക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ ഇതൊന്നും വെക്കാനുള്ള സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കുപ്പിയും പാത്രമൊന്നും ഞാൻ വാങ്ങിയില്ല. അപ്പോൾ അത് ഈ കഴിഞ്ഞ ആഴ്ച പോയി നമ്മൾ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടായി. കാരണം അടുക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് എടുക്കാനും ഒക്കെ പാടല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലുള്ള കുറച്ച് ബാസ്ക്കറ്റും ആദ്യം വന്നപ്പോൾ വാങ്ങിച്ച കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും പഴയ കുറച്ച് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ കുറേ ഈ പഴയ ഹോർലിക്സിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊന്നും പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നുകിൽ ബിഗ് ബസാർ അല്ലെങ്കിൽ ഓൺലൈൻ ആമസോണിലൊക്കെയാണ് കിട്ടുന്നത്. രണ്ടും നമുക്കിപ്പോൾ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ തൽക്കാലം ഇതുപോലുള്ള പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഴയ ബാസ്ക്കറ്റാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ എനിക്ക് അടുക്കി വെക്കാനുണ്ട്. കുറേ പഴയ സാധനങ്ങളുണ്ട്, പിന്നെ കുറച്ചൊക്കെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതുമുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു വലിയ അലമാരയാണുള്ളത്. ഇതുപോലൊരു അലമാര. ഇതിനകത്ത് ആണ് ഞാൻ ഗ്രോസറിയും പിന്നെ കുറച്ച് ചെറിയ പാത്രങ്ങളും ഒക്കെ അടുക്കി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലായിട്ട് എൻ്റെ ബേക്കിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ നേരത്തെ തന്നെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഇല്ലാത്ത, എപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്, ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കളറുണ്ട്, പിന്നെ പൈപ്പിംഗ് ബാഗുകൾ, പൈപ്പിംഗ് ടിപ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത്തെ തട്ടിലായിട്ട് കുറച്ച് ഈ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ബൗളുകളുണ്ട് എൻ്റെ കയ്യിൽ. ഗ്ലാസ് ബൗളുകളാണ്, പൈറക്സിൻ്റെ. അത് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിലാണ് ഞാൻ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്ന് അടുക്കി വെക്കാം. കാരണം ഇത് എപ്പോഴും ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഈ പാത്രങ്ങളൊന്നും ഞാൻ ഒരുമിച്ച് വാങ്ങിയതല്ല കേട്ടോ. ഇതൊക്കെ കുറേ വർഷമായിട്ട്, ഒരു 6-7 വർഷമായിട്ട് പലപ്പോഴായിട്ട് വാങ്ങിച്ച പാത്രങ്ങളാണ്. പിന്നെ 2-3 കുപ്പികളുണ്ട്. ഇതിനകത്ത് തൈര്, അതുപോലെ ബാക്കി വരുന്ന രസം, പുളിശ്ശേരിയൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതെല്ലാം അടുക്കി വെച്ചു. ഇനി മൂന്നാമത്തെ തട്ടിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് പാത്രങ്ങൾ വെറുതെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. കുറച്ച് കാസറോളും പിന്നെ വലിയ പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ ഡൈനിങ് റൂമിൽ കുറച്ച് സ്ഥലമുണ്ട്, അങ്ങോട്ട് മാറ്റുവാണ്. എന്നിട്ട് ആ സ്ഥലത്ത് ബാക്കി 4 തട്ടിലായിട്ട് ഗ്രോസറിയൊക്കെ അടുക്കി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് തന്നെ കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ. ഈ അരി, ഗോതമ്പ് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വലിയ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇടാനായിട്ട് സ്റ്റീൽ പാത്രങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരി, ഗോതമ്പ് പൊടിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉഴുന്ന്, ഓക്കെ, ഇതൊക്കെ നമ്മൾ കൂടുതലല്ലേ വാങ്ങിക്കുന്നത് എപ്പോഴും. പിന്നെ പച്ചരി, ഇതൊക്കെയാണ് ഇപ്പോൾ ഞാനിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാക്കറ്റ് ബസ്മതി അരിയുണ്ട്, അതും കൂടി ഒന്നൊരു പാത്രത്തിൽ ഇട്ട് വെക്കണം. ഈ ഗോതമ്പ് പൊടി, അരി, ബസ്മതി റൈസ്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, എപ്പോഴും കുറച്ച് വലിയ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ് എനിക്ക് ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ചെറിയ പാക്കറ്റിന് വാങ്ങിക്കുന്നേക്കാളും ഒരു 5 കിലോയുടെയൊക്കെ പാക്കറ്റ് വാങ്ങിച്ചാൽ വില കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തീരത്തില്ല, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. വില നല്ല വ്യത്യാസമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് എപ്പോഴും വലിയ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ബസ്മതി റൈസും കൂടി ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റീൽ പാത്രങ്ങൾ ഇങ്ങനെ പല സൈസിൽ നമുക്ക് ഈ പാത്രക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. സെറ്റായിട്ടൊക്കെ കിട്ടും. പിന്നെ എൻ്റെ കയ്യിലൊരു പെർമനൻറ്റ് മാർക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് എഴുതി വെക്കുവാണ്. അല്ലെങ്കിൽ സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എഴുതി വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ എഴുതി ഒട്ടിക്കാനായിട്ട് നല്ല സ്റ്റിക്കറൊക്കെ കിട്ടും കേട്ടോ. ആമസോണിലൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റിക്കറൊക്കെ കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മാർക്കർ വെച്ചിട്ട് എഴുതുവാണ്. പെർമനൻ്റ് ആയതുകൊണ്ട് അത് പോകത്തില്ല. ഇനി അരി, ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ ഈ പാത്രങ്ങളിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി ഉണ്ടാവും. അത് ഞാൻ ആ കവറിൽ തന്നെ അതുപോലെ അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 ദിവസം നമ്മൾ എടുത്തു കഴിയുമ്പം ആ കവറിലുള്ളതങ്ങ് തീരും. അപ്പോൾ ഇത് ഏറ്റവും താഴത്തെ തട്ടിലായിട്ട് ഈ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുവാണ്. ഇനി ബാക്കി ഉള്ളത് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ്. റവ, കടല, പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ.
അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളിലൊക്കെ ഒന്ന് ഇട്ട് വെക്കുവാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ കവറിൽ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് ഒരു ബാസ്ക്കറ്റിനകത്ത് ഇങ്ങനെ എടുത്തു വെച്ചു. കാരണം എല്ലാം ഒന്നും വെക്കാനുള്ള കുപ്പിയൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ എപ്പോഴും ഞാൻ എടുക്കുന്ന സാധനങ്ങളാണ് ഈ പയറ്, വൻപയർ, കടല, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, തോരൻ പരിപ്പ്. അപ്പോൾ അതെല്ലാം കുപ്പിയിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. പഴയ കുപ്പികളാണ് കേട്ടോ ഇതൊക്കെ, അമ്മയുടെ കയ്യിലിരുന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി ഉണക്കി എടുത്തതാണ്. ഇനി ഇതെല്ലാം അടുക്കി വെക്കാം. അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അടുക്കി വെച്ചു. പറ്റുന്ന പോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇതൊന്ന് വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ആദ്യത്തെ തട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ 2 തട്ടിൽ ബേക്കിംഗ് സാധനങ്ങളും പിന്നെ പാത്രങ്ങളും ആണ് വെച്ചിരിക്കുന്നത്. ബാക്കി താഴോട്ടുള്ള 3 തട്ടിലാണ് ഗ്രോസറിയൊക്കെ വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ തട്ടിലായിട്ട് 2 ബാസ്ക്കറ്റിലാണ് മിക്കവാറും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ബാസ്ക്കറ്റിൽ ഇതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ് കേട്ടോ. പഴയ എന്തോ ഒരു സാധനം വന്നൊരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. അതിനകത്ത് ഞാൻ വെറുതെ പേപ്പറൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനകത്ത് ഞാൻ ഈ കുപ്പികളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതായത് പഞ്ചസാര, വറ്റൽമുളക്, അങ്ങനെയുള്ളതൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് ആ കവറിൽ തന്നെ അങ്ങ് വെച്ചിരിക്കുവാണ്. അതല്ലാതെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കുറച്ച് സാധനം ഉണ്ടാവുമല്ലോ, കടലമാവ്, കോൺഫ്ലവർ, അങ്ങനെയുള്ള നമ്മൾ കവർ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സാധനങ്ങൾ നല്ലതായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ബാസ്ക്കറ്റിലായിട്ട് കുട്ടികളുടെ സ്നാക്സ് ആണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും കുപ്പികളിലിട്ട് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ബാസ്ക്കറ്റിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പൊട്ടിച്ച കവറാണെങ്കിൽ അത് ഞാൻ സിപ്ലോ കവറിനകത്തിട്ട് വെച്ചിരിക്കാനുണ്ട്. ഈ മുറുക്കൊക്കെ പൊട്ടിച്ചതാണ്. അപ്പോൾ ഞാൻ അത് തണുത്ത് പോകാതിരിക്കാനായിട്ട് നല്ലൊരു സിപ്ലോ കവറിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഒരു 2-3 കുപ്പികൾ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൽക്കാലം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നെയ്യ്, തേന്, പിന്നെ കുറച്ച് ഈ സിനമൺ പൗഡർ, ഇറ്റാലിയൻ സീസണിങ്, അങ്ങനത്തെ 2-3 കുപ്പികളുണ്ട്. അതൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത തട്ടിലാണ് നമ്മൾ എപ്പോഴും കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. ഏറ്റവും പുറകിലായിട്ട് റവ, ഓട്സ്, അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുപ്പികളിൽ വൻപയർ, ചെറുപയർ, തോരൻപരിപ്പ്, കടല, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മസാലകൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഉലുവ, കടുക്, ചെറിയ ജീരകം ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാനങ്ങനെ ഒത്തിരി തിക്കി അതായത് ഞെരുക്കിയല്ല വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ലോണം സ്പേസ് ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് എടുക്കാൻ എളുപ്പം. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഇട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാം കാണാനും പറ്റണം, ഏതാണ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണത്തക്ക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത തട്ടിൽ ഒരു വലിയ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്ന സാധനങ്ങൾ കേട്ടോ, അതായത് പൊട്ടിക്കാത്ത കവറുകളാണ്. ഞാൻ എപ്പോഴും കടയിൽ പോകുമ്പം എല്ലാ സാധനങ്ങളും മിക്കവാറും എല്ലാം 2 കവറാണ് വാങ്ങിക്കുക. കാരണം ഒരു 2-3 ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ചാണ് വാങ്ങിക്കുന്നത്. എല്ലാ ആഴ്ചയും കടയിൽ പോകുന്ന ശീലമില്ല. അപ്പോൾ അതേ ഇതുപോലെ മഞ്ഞൾപ്പൊടി, പഞ്ചസാര, എണ്ണ, മൈദ, പപ്പടം, ഇങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും എക്സ്ട്രാ ഒരു പാക്കറ്റ് വാങ്ങാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ടാണ് ഈ ബാസ്ക്കറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം തീർന്നു പോയാൽ നമുക്ക് ആദ്യം ഇവിടെ തന്നെ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയിട്ട് ഇല്ലാത്ത സാധനങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ പോകുമ്പം അറിയാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ തീർന്നു എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ വാങ്ങിക്കുന്ന സാധനങ്ങൾ, അതായത് പൊട്ടിക്കാത്ത കവർ, പുതിയ കവർ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുള്ള ബാസ്ക്കറ്റാണ് ഇത്.
പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ വലിയ 2 പാത്രങ്ങളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണയും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ സൈഡിൽ ചെറിയ കുപ്പിയിലായിരിക്കുമല്ലോ ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്നത് ഇതുപോലെ 2 കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണയാണ് ഞാൻ മിക്കവാറും എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. വെജിറ്റബിൾ ഓയിൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ, വെളിച്ചെണ്ണ സ്ഥിരം കുക്കിങ്ങിനും. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് തേയിലയും വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ തട്ടിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അരി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിത് അരിപ്പൊടിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ഇതുപോലെ ഞാൻ കുറച്ച് കൂടുതലാണ് എപ്പോഴും വാങ്ങിക്കുന്നത്. പക്ഷെ ഇതിട്ട് വയ്ക്കാനുള്ള പാത്രം ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ജസ്റ്റ് അതുപോലെ ഞാനിപ്പോൾ കവറിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വൃത്തിയായി. ഞാൻ വിചാരിച്ചേക്കാളും നന്നായിട്ടൊക്കെ അടുക്കി വെക്കാൻ പറ്റി കേട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പാത്രങ്ങളൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരുന്നൊരു സംഗതിയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, കുറച്ച് വലിയ പാത്രങ്ങളുണ്ട്. അത് നമുക്ക് ഡൈനിങ് റൂമിൽ ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട്. അതിൻ്റെ താഴെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. അവിടെ അങ്ങ് അടുക്കി വെക്കുവാണ്. എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളല്ല. കബോർഡൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കുറേ പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം. അപ്പോൾ കിച്ചൺ വീണ്ടും അത്യാവശ്യം നല്ലതായിട്ട് വൃത്തിയാക്കി ഇട്ടു. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് തുടങ്ങിയതായിരുന്നു കിച്ചൺ ക്ലീനിങ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. ചായ ഇടുവാണ്. കുട്ടികൾ അവിടെ പുറത്ത് കളിക്കുന്നുണ്ട്. അതിൻ്റെ ബഹളമാണ് കേട്ടോ കേൾക്കുന്നത്. ചായയുടെ കൂടെ കഴിക്കാനും കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കി. ഒരു 4-5 പീസ് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. തലേദിവസം വെച്ചതിൻ്റെ ബാക്കിയാണ്. കറിയൊന്നുമില്ല, ജസ്റ്റ് ആ ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് എല്ല് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിലെങ്കിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെയൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഒരു 4-5 പീസ് എടുത്ത് മാറ്റി വെച്ചിരുന്നാൽ രാവിലെ ഇതുപോലെ ഉണ്ടാക്കാം. ഇനി ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതേ ചിക്കൻ ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സവോള വെക്കുന്നുണ്ട്. സവോള നിർബന്ധമില്ല, പക്ഷേ വെക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സവോളയും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ്. പക്ഷേ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു ചെറിയ സവോള എടുത്തിട്ട് കനം കുറച്ചിങ്ങനെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇനി അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ബട്ടർ വേണം, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും വേണം. അപ്പോൾ ആദ്യം ഒരു പീസ് ബ്രെഡ് എടുത്ത് അതിനകത്ത് ആവശ്യത്തിനുള്ള ബട്ടർ തേച്ച് കൊടുക്കുക. അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ തേക്കാം. ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാം.
നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചിക്കനകത്ത് കറി വെച്ച ചിക്കൻ അല്ലേ, അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് സവാള വയ്ക്കാം. അടുത്തൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിനകത്തും ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തേക്കുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസും. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു ചെറിയ മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ടിത് ടോസ്റ്റ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ പുറത്തും കൂടി കുറച്ച് ബട്ടർ തേക്കുന്നുണ്ട്. ഇനി ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഗ്രില്ലുണ്ട്, അതിനകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാൻഡ്വിച്ച് ടോസ്റ്ററിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ പാനിൽ വെച്ചിട്ടും ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. ഇതിനകത്താണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഗ്രില്ലിൻ്റെ ലൈനൊക്കെ വരും. സാൻഡ്വിച്ച് കുറച്ചും കൂടി ഇങ്ങനെ പ്രസ്സായിരിക്കും, അതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീൻ മാറി റെഡ് ആവുന്നത് വരെയാണ് ഗ്രില്ല് ചെയ്യേണ്ടത്. അപ്പോൾ കറി ചിക്കൻ സാൻഡ്വിച്ച് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. സ്നാക്കായിട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ലഞ്ചായിട്ടും ഒക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാറില്ല. ഞാനും ഹസ്ബൻഡും കഴിക്കാറില്ല. കുട്ടികൾക്ക് മാത്രം ഡിന്നർ കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് കം ഡിന്നറാണ് ഈ സാൻഡ്വിച്ച് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ചോക്ലേറ്റ് മിൽക്കും കൂടി ഉണ്ടാക്കി. എല്ലാ ദിവസവും ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ഒരു പാലാണ്, വെറുതെ പാലാണ് കൊടുക്കുന്നത്. വല്ലപ്പോഴും ഇതുപോലെ ചോക്ലേറ്റ് മിൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുട്ടികളവിടെ പുറത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.